എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കാരണം നമുക്കിവിടെ ഇന്ന് ആവാഹന പൂജ ദിവസമാണ്. നമുക്കെതിരെ സമരം നടത്തുന്ന ദിവസം ഇവിടെ ആവാഹന പൂജ ഉണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. കാരണം പലരും പറയുന്നത് ഇതെല്ലാം മന്ത്രവാദമാണ്, തട്ടിപ്പാണ്, കൂടോത്രം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർക്ക് ഇതിൻ്റെ ഗുണം സുഖമൊക്കെ അറിയാവുന്നതുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പ് 2015 2010 ഇവിടെ വന്ന് ആവാഹന പൂജ കഴിഞ്ഞവർ വീണ്ടും അവർക്ക് ഇങ്ങനെ ഈ ആവാഹന പൂജ ദിവസം ഇവിടെ എത്തി. എത്തിയിട്ട് ഇവർക്ക് ഇത് വീണ്ടും നെഗറ്റീവ് വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക, പ്രാണി ഉണ്ടാവുക, കല്ലുണ്ടാവുക, കണ്ണിൽ പുളിനീച്ച് വീഴുക, തലവേദന ഉണ്ടാവുക, പിന്നെ മലമൂത്ര വിസർജനം, സ്വപ്നം കാണുക, ഇതെല്ലാം ചാത്തൻ എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവ ലക്ഷണം. പിന്നെ ചില കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക, ഭക്ഷണം കൂടുതൽ കഴിക്കുക, കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുക, ചിലർക്ക് ഉറപ്പില്ലാണ്ട് വരിക, വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുക, പിന്നെ സന്ധ്യാസമയങ്ങളിൽ മുട്ടനാടിൻ്റെ മണം വരിക, നാടൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയെല്ലാം വരുന്നത് ജിന്ന് എന്ന് പറയുന്ന നാലാം വേദത്തിൻ്റെ ഉപദ്രവ ലക്ഷണം. പിന്നെ സദാസമയം പാമ്പിനെ കാണുക, അത് എപ്പോഴും അല്ല, ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പാമ്പിനെ കാണുക, സ്വപ്നത്തിൽ പാമ്പിനെ കാണുക, ഇതൊക്കെ സർപ്പദോഷം വരുമ്പോൾ. അതുപോലെ അമിത മദ്യപാനം, ത്വക്ക് രോഗങ്ങൾ, പാണ്ട് രോഗങ്ങൾ ഇങ്ങനെ വരുന്നത്, മാരക രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് സർപ്പദോഷത്തിൻ്റെ അടയാളം. അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് ആവാഹന പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അതിനേക്കാളും ഉപരി 100 കിട്ടിയ 110 ചിലവാകുന്ന ഒരവസ്ഥ. കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചെറിയ, കണ്ണ് ചൂടാവുക, ഇതെല്ലാം ഒടി എന്ന് പറയുന്ന അധികാരദോഷ ലക്ഷണമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ ഒടി ഉച്ചാരണം ചെയ്ത് കഴിയുന്ന നിമിഷം നമ്മുടെ മഹാനടൻ മോഹൻലാൽ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒടി ഉച്ചാരണം ചെയ്യേണ്ടത്, അത് 3 തിരി വെച്ചിട്ടുണ്ട്, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ ഒടി ഉച്ചാരണം ചെയ്യുന്ന 3.5-4 മണിക്കൂർ, ഒരു 400 തിരി ഒഴിഞ്ഞിട്ടാണ് ഈ ഒടി മാറ്റുന്നത്. ഈ ഒടി വെച്ച് കഴിയുന്ന നിമിഷം കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചെറിയ, കണ്ണ് ചെറുക എല്ലാം മാറും. അതിനേക്കാൾ ഉപരിയായിട്ട് 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരു അവസ്ഥ അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് എത്തി രക്ഷപ്പെടാൻ സാധിക്കും. ഒരിക്കൽ പൂജ കഴിഞ്ഞവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ പൊടി വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഹാസ്വസ്ഥതകൾ വരും. അതേപോലെ അതിനേക്കാൾ ഉപരിയായിട്ട് പൈസ ആവശ്യമില്ലാതെ ചിലവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റുന്നതിന് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആവാഹന പൂജ ദിവസം ഒരു 30 പാർട്ടിക്കാണ് കൊടുക്കുന്നത്. മുമ്പൊക്കെ 60 പാർട്ടിക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പൂജ വല്ലാണ്ട് വൈകി പോകുന്നതുകൊണ്ട് ഇപ്പോൾ ലിമിറ്റ് ചെയ്ത് 30 പേർക്ക്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരു തിരിച്ചുപോക്ക് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ. ധൈര്യമായിട്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, എത്ര വർഷം പഴക്കമുള്ള ആളുകളാണെങ്കിലും. അതോടൊപ്പം തന്നെ സനാതന ധർമ്മ സംഘത്തിൽ അംഗങ്ങളാണെങ്കിൽ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ 27 ദേവതകളിൽ ക്ഷേത്രങ്ങളിൽ വഴിപാടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ പൈസയിലേക്കായിരിക്കും പിന്നീട് ഈ ആവാഹന പൂജ കിട്ടുക. സനാതന ധർമ്മ സംഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ല, ജാതി മത ഭേദങ്ങളില്ല, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യതയിൽ കണ്ടുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇവിടുന്ന് സഹായങ്ങൾ ലഭിക്കും. അപ്പോൾ ചിലർ പറയും ഇതെല്ലാം ഉടായ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ സത്യം നേരിൽ കാണിച്ചു തന്നിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പ. കാരണം ഉടായ്പകൾക്കാണ് എപ്പോഴും പെട്ടെന്ന് ഉടായ്പാണെന്നുള്ളൊരു തോന്നൽ വരുന്നത്, അല്ലാത്തവർക്ക് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഇപ്പോൾ തകർന്നടിഞ്ഞു നശിച്ച് നാരണക്കല്ല് പറിച്ചു. ഈ ചങ്ങാതി 5.5 വർഷമായിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പറയുന്നു, ഞങ്ങൾ ടി വിയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ചോദിക്കുന്നു. ഇപ്പോൾ ഇന്നിവിടെ ആവാഹന പൂജയുടെ 2ാം ദിവസമാണ്. നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഇവിടെ ആവാഹന പൂജ ഉള്ളപ്പോൾ വന്ന് നോക്കാം. മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ടവർ ഈ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളാണത് അന്വേഷിക്കുന്നത്, അല്ല ഞാനല്ല. എന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സമയം വെറുതെ കളയരുത്. നല്ല സമയങ്ങൾ, അതായത് ഇവിടേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സെങ്കിലും ആ സമയത്തെങ്കിലും എത്തിപ്പെട്ടാൽ പെട്ടെന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അല്ലാതെ 65, 70, 75 വയസ്സിലേക്ക് എത്തിയിട്ട് ജീവിതം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കയ്യിൽ നല്ല ആരോഗ്യമുള്ള കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആവാഹന പൂജയിലേക്ക് എത്താം. അപ്പോൾ പലരും പറയും പൈസ 56,000 രൂപ എന്ന് പറയുമ്പോൾ അയ്യോ സ്വാമി അയ്യപ്പോ എന്നൊന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാനിവിടെ 2008 പൂജ നടത്തുന്ന സമയത്ത് 60,000 രൂപയായിരുന്നു ചാർജ് ചെയ്തത്. അന്ന് 1 പവൻ സ്വർണ്ണത്തിന് 6,000 രൂപയായിരുന്നു. ഇന്ന് 1 പവൻ സ്വർണ്ണത്തിന് 60,000 രൂപയാണ്. അപ്പോൾ അന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആവാഹന പൂജയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ 56,000 രൂപ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഇന്ന് മിനിമം കൂലി 800 രൂപ, 1000 രൂപ, 1500 രൂപ കൂലിയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന ഷിജ ഇലാസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി യുവാവ്, 7 വർഷം എൻ്റെ സഹായമായിട്ട് ഇന്ന ആളാണ്. ഈ യുവാവ് കഴിഞ്ഞ ദിവസം നമുക്ക് തൃശ്ശൂർ അവിടെ SDFൻ്റെ ജില്ലാ മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആളുകൾ അവനോട് ചോദിച്ചു ഇതെല്ലാം സത്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ യുവാവ് പറയുന്നത് നേടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാളാണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ പൂജയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും.
അതിന് പോലുള്ള ബോധം ജനങ്ങൾക്ക് ഇല്ലാതെ പോയി. അതാണ് ക്രിസ്ത്യൻ യുവാവിൻ്റെ കണ്ടെത്തൽ. കാരണം കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നത് മൊത്തം ഭ്രാന്തായി പോയെന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് സമൂഹത്തിൽ ഒരു സംഘടന വല്ലാത്ത രീതിയിൽ ഇതെല്ലാം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, കൂടോത്രമാണ്, മന്ത്രവാദമാണ് എന്ന് പറയുമ്പോൾ ഈ സംഘടന കാണിച്ചു തരുന്ന പൂജകളും രീതികളും എല്ലാം അന്ധവിശ്വാസവും കൂടോത്രവും മന്ത്രവാദം തന്നെയായിട്ട് നിങ്ങൾക്കും ചിന്തിച്ചുകൂടെ? നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ വിടുന്നത്, അല്ലാതെ ഞാനിവിടെ ആൾദൈവമാവാനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവം ആകില്ല, അത് പ്രേതമാവുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ കണ്ടിട്ട് ബോധ്യം വരുന്നത് നിങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലെത്താം. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷണം നടത്തിയാൽ പോലും 27 ദേവതയ്ക്ക് പൂർണ്ണ പരീക്ഷണം നടത്തിയാൽ പോലും ദൈവം രക്ഷപ്പെടാൻ സാധിക്കും. നമുക്ക് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ കുറച്ച് വേദാനുഭവ സാക്ഷ്യം, അതായത് അവർ ഇവിടെ വീണ്ടും വരാനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോരുത്തർക്ക് ചോദിച്ച് നോക്കാം. നിങ്ങൾക്ക് തന്നെ അവരുടെ അനുഭവങ്ങൾ അറിയിക്കും. ആ ഒരു രീതിയിലേക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ധൈര്യമായിട്ട് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഇവിടെ ആദ്യം ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. സിന്ധു സോമൻ, വീട് എന്നവിടെ എത്തിയത്? 7 വർഷം മുമ്പ്. 7 വർഷം മുമ്പാണ് ഇവിടെ 2017 എത്തിയത്. പിന്നീട് ആദ്യ ഏലസ് വാങ്ങിച്ചു. ഗണപതി ചക്രമാണ് വാങ്ങിയത്. ആദ്യ ഏലസ് വാങ്ങിച്ചു. പിന്നീട് ആവാഹന പൂജയിൽ പങ്കെടുത്തു. പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ബാധാദോഷ ലക്ഷണം നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള വരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് വരും. വന്നതിന് ശേഷം വരാൻ പറ്റും. ചെറിയ ദിവസങ്ങളിലൊന്ന് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ചെറിയ പരിപാടി എടുക്കുന്നത് അത് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ കുടുംബത്തിന് മുമ്പ് ആരും വിശ്വാസികളല്ലായിരുന്നു, ഇപ്പം എല്ലാവരും വിശ്വാസികളാക്കി ദൈവത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ മുന്നോട്ട്. അങ്ങനെയൊക്കെ സംഭവം. ഇപ്പോൾ തൊഴിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളുടെ സംസ്കാരങ്ങളൊക്കെ അപ്പോൾ ആളിവിടെ ഏകദേശം 2017-18 കാലഘട്ടത്തിലാണ് വരുന്നത്. ഇതേപോലെ മുമ്പ് ഏലസ് വാങ്ങിച്ചു ഇങ്ങോട്ട് പരിപാടി, പിന്നെ ആവാഹന പൂജ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഈ പൂജയൊക്കെ പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചെടുത്ത് പിന്നെ ക്ഷേത്ര പൂജയായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ആൾക്കും പറയാൻ വേണ്ടി ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ആളുടെ അടുത്തുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് എല്ലാം നശിച്ചു കഴിയുമ്പോൾ വരും. എല്ലാം കഴിയുമ്പോൾ നമുക്ക് പറയും ഒരാൾക്ക് പോലെ കാണിക്കണം എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് മാറാണ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് അനുഭവത്തിലുള്ളവരാണ്. അപ്പൊ ഇവിടെ വരാത്തവരാണ് അധികം അഭിപ്രായം പറയുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ വരാത്ത ആൾക്കാരാണ് അധികം. അതുമല്ല പിന്നെ ക്ഷേത്ര പൂജാരി എന്തിനും ആവാഹനത്തിലേക്ക് പറഞ്ഞു വിചാരിക്കേണ്ട, ഏത് പൂജാരിയല്ല. അപ്പൊ എനിക്കും നയിക്കുന്ന കുറിച്ചുകളേറുണ്ട്, നമ്മുടെ ദേവതകൾക്ക് നയിക്കുവാനെ കുറിച്ചുകളേറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ആവാഹന പൂജയും നമ്മുടെ ദേവതകൾക്ക് തന്നെ കുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നയിച്ച് വീണ്ടും പറഞ്ഞതിന്റെ ലക്ഷണമുണ്ട്. ഈ ക്ഷേത്ര പൂജാരി ഭഗവാൻ നടത്തില്ല, ഭഗവാന്റെ ഉത്തരവാദിത്വമല്ല. ഭഗവാന്റെ ഉത്തരവാദിത്വം വരുന്ന ഭക്തർക്ക് വാരി കൊടുക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് കണ്ടുപോകും. മറിച്ച് നമുക്ക് അസുഖം വന്ന് ചികിത്സിൻ്റെ പോലെ മനസ്സിലാക്കില്ല. അപ്പോൾ അത് ഇദ്ദേഹം നമുക്ക് 2017 അതിനുശേഷം ഇവിടെ പൂജ കഴിഞ്ഞ് പിന്നീട് ഇതൊക്കെ പഠിച്ചെടുത്ത് ക്ഷേത്ര പൂജയിൽ ഇന്നൊക്കെ വരുന്ന ആർക്ക് വേണമെങ്കിലും തരാൻ വേണ്ടിയിട്ട് നാളെ കാണാൻ സാധിക്കും. അപ്പം ഇനി 100% വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കാണാത്തവരോടെല്ലാം അഭിപ്രായം പറയുന്നില്ല. കാണാത്ത ആൾക്കാരെല്ലാം അഭിപ്രായം പറയുന്നത്. ഈ കുട്ടിയുടെ പേര് ജേഷ്മാന്ന് ഇടുക്കി രാജാക്കാരന് വരുന്നു. ജേഷ്മയോട് എത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ട്? 2 വർഷമായിട്ട്. അതിന് മുമ്പ് 2 വർഷമായി ഇതേപോലെ തന്നെ പൂജയൊക്കെ കഴിഞ്ഞു. പിന്നെ അവരത് കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ചെറിയ ഭഗവാന് പാരിപത്യം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൂടാതെ വീണ്ടും അവർക്ക് തടസ്സം വന്നു കഴിയുമ്പോൾ നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല, ജേഷ്മയ്ക്ക് തന്നെ മനസ്സിലാവും എന്തോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഡേറ്റ് കിട്ടും. നമ്മുടെ ചെറിയ ഡേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് പ്രവർത്തിച്ച് വരും. ചെറിയ സംഖ്യകളാണ് മാറ്റി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവത്തിലേക്ക് നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെട്ട് അങ്ങനെ പോകാം. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലും നിങ്ങൾക്ക് ഇനിയും ഇതൊക്കെ പറ്റിയില്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇരിക്കാം. അല്ലാത്തവർക്ക് ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിക്കുന്നതിന് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കാൻ സാധിക്കും.